ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ വൈറൽ കോംബോ ആണ് ജാസ്മിനും ഗബ്രിയും. എന്നാൽ നിരവധി വിമർശനങ്ങളും അവർക്ക് വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ജാസ്മിന്റെ അച്ഛൻ ഒരു ഇന്റർവ്യൂവിൽ എൻഗേജ്മെന്റ് മുടങ്ങിയതിന്റെ കാരണങ്ങൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതാ അതല്ല യാഥാർത്ഥ്യമെന്ന് പറഞ്ഞ് മറുപടിയുമായി മുന്ന എബ്രഹാം ലൈവിൽ വന്ന് പറഞ്ഞത് ഇങ്ങനെ: ചില വേർഡ്സ്, അതായത് എന്നെ പറ്റിയിട്ടും എൻ്റെ ഫാമിലിനെ പറ്റിയിട്ടും ഞാൻ കേട്ടു പറയുന്നത്. ഇതിപ്പോൾ ഞാനിങ്ങനെ ലൈവ്, അതായത് വീഡിയോ ഇട്ട് ചെയ്യുന്നത് നാട്ടുകാരെ മൊത്തം കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആരും ചിന്തിക്കരുത്. അവളെ ഉപ്പ ഒരു യൂട്യൂബിൽ ലൈവ് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്കിപ്പോൾ വേറൊരാളടുത്താണ് ഇത് പറഞ്ഞ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് മൂപ്പരെ ഡയറക്റ്റ്ലി കോൾ ചെയ്തിട്ട് എനിക്ക് കാര്യം പറയാം, എന്താണ് ഇങ്ങനെ പറയുന്നതെന്നുള്ളത്. പക്ഷെ ഇത് നാട്ടുകാർ മൊത്തം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഉണ്ടാണ്ടിരുന്നാൽ എൻ്റെ ഫാമിലിയും ഞാനും എന്തൊക്കെയോ ചെയ്തിട്ടാണ് കല്യാണം മുടങ്ങിയതെന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവും. അതിൽ തന്നെ മൂപ്പർ പറയുന്നുണ്ട്, എൻ്റെ മകൾക്ക് വന്നത് ഞാൻ സഹിച്ചു. അപ്പം അത് ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞാൽ പലർക്കും വിഷമമാവും. അങ്ങനെ വലിയ ഇതൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. കാരണം പറയുകയാണെങ്കിലും ഇന്നത് കാരണം ഈ സാധനം പറയുകയാണെങ്കിൽ തന്നെ വ്യക്തമായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ മൂപ്പർ പറയേണ്ടിയിരുന്നു. അപ്പോൾ അത് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. കല്യാണം ഡിസംബർ 22, 2022 കല്യാണം ഫിക്സ് ചെയ്തത്. അപ്പോൾ അതൊന്ന് ഡേറ്റ് മാറ്റി വെച്ചാണ് കല്യാണം മുടങ്ങി. ഞങ്ങൾ രണ്ടാളും കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ ഒന്നല്ല, കല്യാണം മുടങ്ങിയതല്ല, ഡേറ്റ് ഒന്ന് മാറ്റി വെച്ചു. അത് കാരണം എനിക്ക് പറയുന്നതുകൊണ്ട് അത്ര സങ്കടമായിട്ടോ എനിക്കൊരു കുഴപ്പമൊന്നും എനിക്കില്ല. ഞാൻ ഒരു പുതിയ കമ്പനി ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചെറിയ ഫിനാൻഷ്യൽ ടൈറ്റ് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡേറ്റ് ഒന്ന് മാറ്റി. കല്യാണമല്ലേ, ടൈം ഉണ്ടല്ലോ, എന്തായാലും കുട്ടിയുണ്ട്, എല്ലാം റെഡിയാണ്, കല്യാണം കഴിക്കാം. ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് എത്രയോ ഭാഗ്യമായി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ അന്ന് മുടങ്ങി കേട്ടോ. പിന്നെ അങ്ങനെ നീട്ടിപ്പോയി. പിന്നെ അടുത്ത ജനുവരിയിലോ ഡിസംബറിലോ വെക്കുക എന്നുള്ള ഒരു ഇതാണ് ഞാൻ എടുത്ത തീരുമാനം, ഞാനും ഫാമിലിയൊക്കെ ആയിട്ട് എടുത്ത തീരുമാനം. അപ്പോൾ അതിന് ഇടയിലാണ് ഞങ്ങൾ ബ്രേക്കപ്പ് ഉണ്ടായത്. ഞങ്ങൾ രണ്ടാൾക്കും ഒത്ത് പോകാൻ പറ്റാത്ത സ്ഥിതിക്ക് ഞങ്ങൾ രണ്ടാളും ബ്രേക്കപ്പ് ഉണ്ടായി. അതൊന്നും ഞാൻ അപ്പോൾ ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഓളൊപ്പ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ടായപ്പോൾ ജസ്റ്റ് ഒന്ന് കല്യാണം നീട്ടി വെച്ചു. അല്ലാണ്ട് ഞാൻ അവൾക്കും അവളെ ഫാമിലിക്കും എതിരെ ഞാനും എൻ്റെ ഫാമിലിയും ഒന്നും ഒരു കാര്യം ചെയ്തിട്ടില്ല.